ഇത് Blackmagic ഡിസൈൻ്റെ കളർ കൺട്രോൾ സർഫസ് ആയ മിനി പാനലാണ്. 3 കളർ കൺട്രോൾ സർഫസുകളാണ് Blackmagicനുള്ളത്: മൈക്രോ പാനൽ, മിനി പാനൽ, അഡ്വാൻസ് പാനൽ. ഇതിൽ മൈക്രോ പാനലാണ് ഏറ്റവും ചെറിയ പാനൽ. കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ളതാണ് എൻ്റെ മിനി പാനൽ. ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ളതും ഫീച്ചർ റിച്ച് ആയിട്ടുള്ളതാണ് അഡ്വാൻസ്ഡ് പാനൽ. ഇതിൽ മിനി പാനലാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തിരിക്കുന്നത്. ഒരു കളറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സിലൊന്നാണ് കളർ കൺട്രോൾ സർഫസ്. ഒരു കളർ കൺട്രോൾ സർഫസ് കുറേയേറെ രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. ഒന്നാമത്തെ കാര്യം, വർക്ക് ഫ്ലോ ഫാസ്റ്റർ ആക്കാൻ സാധിക്കും ഒരു കളർ കൺട്രോൾ സർഫസിന് എന്നുള്ളതാണ്. അതുമാത്രമല്ല, കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പ്രിസിഷൻ ആവശ്യമുള്ളൊരു കാര്യമാണ്. അതായത് ഒരു കളറിസ്റ്റ് എടുക്കുന്ന ഡിസിഷനിൽ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് പോലും വലിയ ഡിഫറൻസുകൾ ഉണ്ടാകും. മൗസ് അല്ലെങ്കിൽ ട്രാക്ക് പാഡ് അല്ലെങ്കിൽ പെൻ ടാബ്ലറ്റ് ഒക്കെ പലപ്പോഴും കളർ കറക്ഷൻ റെഗുലറായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഒരു കളർ കൺട്രോൾ സർഫസിൻ്റെ അത്രയും പ്രിസിഷൻ ഒരിക്കലും വേറൊരു ഗാഡ്ജറ്റിനും ഓഫർ ചെയ്യാൻ സാധിക്കില്ല. ഈ കൺട്രോൾ സർഫസിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് Blackmagicൻ്റെ തന്നെ മൈക്രോ പാനലുമായിട്ട് ഞാൻ ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യാം. മൈക്രോ പാനലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ മിനി പാനൽ ഉപയോഗിച്ചിട്ടുണ്ട്. മൈക്രോ പാനൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളതും ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കൺട്രോൾ സർഫസാണ്. ഒരു മൊബൈൽ വർക്ക് ഫ്ലോ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൊബൈൽ വർക്ക് ഫ്ലോ പ്രിഫർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മൈക്രോ പാനലിന് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അതിന് എക്സ്ട്രാ പവർ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ട്രേറ്റ് അവേ ഒരു USB-C കേബിൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പ്രൊഫഷണൽ കളർ ഗ്രേഡിംഗ് സ്റ്റുഡിയോയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ Blackmagic ഡിസൈൻ്റെ മിനി പാനൽ തന്നെയാണ്. ഈ കൺട്രോൾ സർഫസിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്താൽ ഇത് വളരെ സ്റ്റൈലിഷ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ നോബ്സും ട്രാക്ക് ബോൾസും ട്രാക്ക് വീൽസും എല്ലാം ഉപയോഗിക്കുമ്പം അറിയാൻ പറ്റും വളരെ പ്രിസിഷൻ കൺട്രോൾസിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഫാസ്റ്റ് റെസ്പോൺസീവാണ്. കളർ കറക്ഷൻ ചെയ്യുമ്പം ഈ കാര്യങ്ങൾ ഒരു കളറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഈ പാനലിലെ കണക്ടിവിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ 4 കണക്ഷൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. അതിൽ ഒരെണ്ണം പവർ കണക്ഷൻ ഓപ്ഷനാണ്. അതായത് ഈ കൺട്രോൾ സർഫസിന് സെപ്പറേറ്റ് ആയിട്ടൊരു പവർ ആവശ്യമുണ്ട്. രണ്ടാമത് ഇതിൽ വരുന്നത് USB-C ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു USB-C കണക്ടിവിറ്റി വരുന്നുണ്ട്. അതുകൂടാതെ 2 ഈതർനെറ്റ് പോർട്ട്സിൻ്റെ കണക്ടിവിറ്റി വരുന്നുണ്ട്. ഇതിൽ ഒരു ഈതർനെറ്റ് പോർട്ട് USB-Cക്ക് പകരം കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഈതർനെറ്റ് പോർട്ട്, അതായത് PoE, പവർ ഓവർ ഈതർനെറ്റ്, അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കൺട്രോൾ സർഫസ് ഉപയോഗിക്കുമ്പോൾ ഒരു എക്സ്ട്രാ പവർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് ഈതർനെറ്റ് വയ പവർ ഇതിനെടുക്കാൻ പറ്റും. അതാണ് പവർ ഓവർ ഈതർനെറ്റ്. ഇതിൽ തന്നെ USB-C പ്രിഫർ ചെയ്യുന്ന ചില ആളുകളുമുണ്ട്. ചില ആളുകൾ ഈതർനെറ്റാണ് പ്രിഫർ ചെയ്യുന്നത്. ഈതർനെറ്റാണ് കുറച്ചുകൂടി സ്റ്റഡി ആയിട്ടുള്ള കണക്ടിവിറ്റി എന്നാണ് ചിലർ പറയുന്നത്. USB-Cയിൽ ചില സമയത്ത് കണക്ഷൻ ഡ്രോപ്പ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈതർനെറ്റാണ് ചിലർ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ USB-Cയിലാണ് നടക്കുന്നത്. ഞാൻ നിലവിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് USB-C കണക്ട് ചെയ്തിട്ടാണ്. സോ ഈ 2 കണക്ഷനും റെഗുലറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം കൂടാതെ തന്നെ പവർ ഇല്ലെങ്കിൽ പവർ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു XLR ഓപ്ഷനും കൂടിയുണ്ട്. അതായത് ഒരു ബാറ്ററി പവർ ചെയ്യണമെങ്കിൽ ബാറ്ററിയിൽ നിന്നും വയ XLR കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ഈ പാനൽ വിൻഡോസും മാക്കും അതേപോലെ തന്നെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യും. ഈ കൺട്രോൾ സർഫസ് ഡാവിഞ്ചി റിസോൾവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. USB-C അല്ലെങ്കിൽ ഈതർനെറ്റുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഡാവിഞ്ചി റിസോൾവിൻ്റെ പ്രിഫറൻസസിൽ ഡീഫോൾട്ടായിട്ട് തന്നെ കൺട്രോൾ പാനൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ
ഓൾറെഡി ഡാവിഞ്ചി റിസോൾവ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പാനൽസിൻ്റെയും ലിസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് ഡാവിഞ്ചി റിസോൾവിൻ്റെ മിനി പാനൽ സെലക്ട് ചെയ്യുക. അത് ഈത്തർനെറ്റ് യൂസ് ചെയ്താണോ USB യൂസ് ചെയ്താണോ എന്നുള്ളത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുക, സേവ് ഹിറ്റ് ചെയ്യുക, ഡൺ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഡാവിഞ്ചി റിസോൾവ് ഒന്ന് ക്വിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ഓപ്പൺ ആകുമ്പം ഈ കൺട്രോൾ സർഫസ് ഡാവിഞ്ചി റിസോൾവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇനി കൺട്രോൾ സർഫസിൽ നോക്കിയാൽ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ ഡ്യുവൽ LCD ആണ്. നേരെ ഫ്രണ്ടിൽ തന്നെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇതിൽ വരുത്തുന്ന ഓരോ ചേഞ്ചസും അത് ഏത് കൺട്രോൾസ് യൂസ് ചെയ്താലും എത്രത്തോളം പ്രിസിഷൻ ആണെന്നുള്ള അതിൻ്റെ ചെറിയ ചെറിയ വാല്യൂസ് ഉൾപ്പെടെ വളരെ വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ LCD പാനലിൽ ഡിസ്പ്ലേ ചെയ്യും. ഇത് ബ്ലാക്ക് മാജിക് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതുണ്ട്. ഡാവിഞ്ചി റിസോൾവിൽ ഒരു കളറിസ്റ്റ് ഉപയോഗിക്കുന്ന എല്ലാ ഫങ്ഷൻസും ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി കറക്ഷൻസ് ആണെങ്കിലും മോഷൻ കൺട്രോൾസ് ആണെങ്കിലും ക്വാളിഫയർ കൺട്രോൾസ് ഉണ്ട്, ബ്ലർ കൺട്രോൾസ്, വിൻഡോ കൺട്രോൾസ് ഉണ്ട്. ട്രാക്കിങ്ങും വളരെ നല്ല രീതിയിലുള്ള കൺട്രോൾസ് ആണ് ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. കേർവ്സ് ആണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അപ്രോക്സിമേറ്റ്ലി 6 പോയിന്റ് കേർവ്സ് ആണ് ബ്ലാക്ക് മാജിക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ഇതിനകത്തുള്ളത് FX ആണ്. റെഗുലറായിട്ട് കളർ കറക്ഷൻ ചെയ്യുമ്പം എല്ലാ കളറിസ്റ്റുകളും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് FX. നോട്ട്സിൻ്റെ കൺട്രോൾ ആണെങ്കിലും ഓഫ്സെറ്റ് ആണെങ്കിലും ലോഗ് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പാകത്തിനാണ് ബ്ലാക്ക് മാജിക് ഡിസൈൻ മിനി പാനലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. മിനി പാനലിന് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിനുള്ളൂ. ബ്ലാക്ക് മാജിക് ഡിസൈൻ ഡാവിഞ്ചി റിസോൾവിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഗാഡ്ജറ്റാണിത്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ടാൻജൻറ്റ് പോലുള്ള കൺട്രോൾ സർഫസുകളിൽ മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസ് സപ്പോർട്ട് ചെയ്യും. അതേസമയം ബ്ലാക്ക് മാജിക്കിൻ്റെ ഏതെങ്കിലും ഒരു പാനലിൽ ഡാവിഞ്ചി റിസോൾവ് മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പക്ഷേ ഡാവിഞ്ചി റിസോൾവ് മാത്രം ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ഒരു ഡിസഡ്വാൻറ്റേജ് അല്ല. ഞാൻ റെഗുലറായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൺട്രോൾ സർഫസ് ടാൻജൻറ്റിൻ്റെ എലമെൻറ്റ്സ് ആണ്. കുറേ കാലങ്ങളായിട്ട് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ബ്ലാക്ക് മാജിക്കിൻ്റെ മിനി പാനൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം ചേഞ്ചർ ആണെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു പുതിയ യൂസറിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് മാജിക്കിൻ്റെ മിനി പാനലിൽ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആയിരിക്കും. അതുമാത്രമല്ല അവരുടെ വർക്ക് ഫ്ലോയിൽ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുമായിരിക്കും. നിങ്ങൾ കളർ കറക്ഷന് ഒരു പ്രൊഫഷനായിട്ട് കാണുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കളർ കറക്ഷൻ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ ഇതുവരെയും നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ കൺട്രോൾ സർഫസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉപയോഗിച്ച് നോക്കുന്നതും വളരെ നല്ല കാര്യമായിരിക്കും. പോസ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൺഫ്യൂഷൻസോ ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ടോ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മനസ്സിലാവും.